സഭയുടെ ഔദ്യോഗിക പ്രബോധനമായിട്ടിരുന്നാൽ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ ആവശ്യമില്ലാത്തതിൻ്റെ സൈഡിലൂടെ ഒക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായിട്ട് സഭ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്, അത് സഭ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനകരക്കാരനാണെങ്കിൽ കുർബാന പുസ്തകം എടുത്ത് ആദ്യം അങ്ങ് വായിച്ച് പഠിക്കും. നിങ്ങൾ സീറാമലബാറുകാരാണെങ്കിൽ കുർബാന പുസ്തകം എടുത്ത് നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കും. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും സഭയുടെ ആരാധനക്രമത്തിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, സഭയുടെ ആരാധനക്രമം. ഈശോ മിശിഹാ മരിച്ച് ഏതാണ്ട് 1 നൂറ്റാണ്ടോളം കഴിയുമ്പോഴാണ്, അതായത് ഒരു 100 വർഷത്തിനിടയ്ക്കാണ് ഈ സുവിശേഷങ്ങളെല്ലാം എഴുതപ്പെടുന്നത്. പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതപ്പെട്ടത് യേശുവിൻ്റെ മരണത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ബൈബിൾ ഇല്ലാതിരുന്ന ആ കാലത്തും തിരുസഭയുടെ ആരാധനക്രമം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ?